എവ്രിവൺ. S3 ക്രിട്ടിക്കൽ സ്റ്റഡീസ് പേപ്പറിലെ കുറച്ച് ടേംസിനെ പറ്റിയിട്ട് സംസാരിച്ചാലോ? ടുഡേ ഇൻ ദിസ് വീഡിയോ വി വിൽ ബി ടോക്കിംഗ് അബൌട്ട് പാരഡി. ലിറ്ററേച്ചറിനകത്ത് എന്താണ് പാരഡി എന്ന് പറയുന്നതിന് മുൻപേ എന്താണ് നിങ്ങൾക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയാവുന്ന പാരഡി, അതിൽ നിന്ന് തുടങ്ങാം. പാരഡി ഗാനങ്ങൾ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? നമുക്ക് വളരെയധികം ഫേമസ് ആയിട്ടുള്ള കുറച്ച് പാട്ടുകൾ, ആ പാട്ടിൻ്റെ അതേ ടോൺ എടുത്തിട്ട് ആ ട്യൂണിനനുസരിച്ച് മറ്റു കുറച്ച് ഫണ്ണി ആയിട്ടുള്ള കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്ന ആ രീതിയെയാണ് പറയുന്നത് പാരഡി സോങ്സ് എന്നൊക്കെ. സോ അതുമായിട്ട് റിലേറ്റഡ് ആണ് നമ്മുടെ ലിറ്ററേച്ചറിലെ പാരഡി എന്ന് പറയുന്നത്. നോക്കിയേ, parody is a humorous or satirical imitation of a word, often exaggerating or mocking its style or content. നമുക്ക് വളരെ ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ എല്ലാവരും അക്നോളജ് ചെയ്തിട്ടുള്ള ഒരു വർക്ക് എടുത്തിട്ട് അതിൻ്റെ ഒരു ഇമിറ്റേഷനാണ് പാരഡി എന്ന് പറയുന്നത്. ഒരു സറ്റാരിക്കൽ ആയിട്ടുള്ള ഹ്യൂമറസ് ആയിട്ടുള്ള ഒരു ഇമിറ്റേഷനാണ്. ഇത് എപ്പോഴും പ്രശംസിക്കുക എന്ന് പറയുന്ന ഒരു മോട്ടീഫോട് കൂടിയല്ല ആയിരിക്കത്തില്ല ചെയ്യുന്നത്. ഇതിൻ്റെ മേജർ മോട്ടീഫ് എന്ന് പറയുന്നത് കളിയാക്കുക, അല്ലെങ്കിൽ അതിനെ മോക്ക് ചെയ്ത് കാണിക്കുക, അതിൻ്റെ സ്റ്റൈലിനെ അല്ലെങ്കിൽ അതിൻ്റെ കോണ്ടൻറ്റിനെ മോക്ക് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ പാരഡി യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ഒരു ലിറ്റററി പീസ് എഴുതുന്നു. ഇത് വായിക്കുമ്പോഴത്തേക്കും ആ റീഡറിന് മറ്റൊരു വർക്കിനെ പറ്റിയിട്ടാണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. അതിനെ ഹ്യൂമറസ് ആയിട്ടുള്ള വേയിൽ റെപ്രസെൻറ്റ് ചെയ്യുമല്ലേ ഇത്? അതിനകത്തുള്ള ക്യാരക്ടേഴ്സിനെ കുറച്ചും കൂടെ ഫണ്ണി ആയിട്ടുള്ള രീതിയിൽ പോർട്രേ ചെയ്യുമല്ലേ ഇത്? അതിൻ്റെ കോണ്ടൻറ്റും കുറച്ച് ഫണ്ണി ആയിട്ട് കാണിക്കുമല്ലേ? ഇങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ യു ഹാവ് റിട്ടൺ എ പാരഡി. ചിലപ്പോൾ ഒരു വർക്കിനകത്ത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിനെ പറ്റിയിട്ടായിരിക്കും പറയുന്നത്. ഇതിൻ്റെ പാരഡി എഴുതുമ്പോൾ ഈ ഭയങ്കര സീരിയസ് എന്ന് പറയുന്ന ക്യാരക്ടറിനെ എടുത്തിട്ട് കുറച്ച് ഹ്യൂമറസ് ആയിട്ടുള്ള രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യും. സോ അങ്ങനെയാണ് പാരഡി എന്ന് പറയുന്നത് കാര്യം വരുന്നത്. ഇങ്ങനെ പാരഡി എഴുതണമെങ്കിൽ ആദ്യത്തെ കാര്യം നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒറിജിനൽ വർക്കിനെ പറ്റിയിട്ട് നല്ല ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു നോളജ് വേണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാനൊരു വർക്ക് എടുത്തു, ഈ വർക്കിനെ പറ്റിയിട്ടാണ് എനിക്ക് പാരഡി എഴുതേണ്ടത്. ഈ ഒറിജിനൽ വർക്കിനെ പറ്റിയിട്ട് എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ച് വിട്ടതേ ഉള്ളൂ. അങ്ങനെ വെച്ചിട്ട് എനിക്ക് പാരഡി എഴുതാൻ പറ്റുമോ? ഇല്ല. എനിക്ക് അതിനകത്തുള്ള ഈച്ച് ആൻഡ് എവ്രി ക്യാരക്ടറിനെ പറ്റിയിട്ട് എനിക്ക് നല്ല ഐഡിയ വേണം. അതിൻ്റെ കോണ്ടൻറ്റിനെ പറ്റിയിട്ട് എനിക്ക് ഇൻഡെപ്ത് ആയിട്ടുള്ള നോളജ് വേണം. ഇതിനകത്ത് എന്താണോ എഴുതി വെച്ചേക്കുന്നത് അത് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ എനിക്കതിൻ്റെ പാരഡി എഴുതാനായിട്ട് പറ്റത്തുള്ളൂ. അതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന രീതിയിലാണ് പാരഡി എഴുതുന്നത്. ഒരിക്കലും അത് നന്നായിട്ട് എഴുതിയിട്ടുണ്ട് എന്നുള്ള രീതി കാണിക്കാൻ വേണ്ടിയിട്ടല്ല, അതിനെ ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒന്നുകിൽ എൻ്റെ കോണ്ടൻറ്റിനെ, അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റൈലിനെ, അല്ലെങ്കിൽ എൻ്റെ ക്യാരക്ടേഴ്സിനെ, അതെല്ലാം റെപ്രസെൻ്റ് ചെയ്തേക്കുന്ന രീതിയെ ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പാരഡി എഴുതുന്നത്. അങ്ങനെ എല്ലാം അറിഞ്ഞു വെക്കാണ്ട് ക്രിട്ടിസൈസ് ചെയ്യാനുള്ള റൈറ്റ് എനിക്കില്ലതാനും. ആൻഡ് ദ സെക്കൻഡ് തിങ് ഈസ്, ഇറ്റ് ഈസ് നോട്ട് ഓൾവേസ് അബൌട്ട് ദ ഇൻഡെപ്ത് നോളജ് ഓഫ് ദ റൈറ്റർ. റൈറ്ററിന് ഇൻഡെപ്ത് നോളജ് വേണം, അത് ഫസ്റ്റ് തിങ്. അത് മാത്രം കൊണ്ടും പാരഡി എഴുതാനായിട്ട് പറ്റത്തില്ല. ഒന്നാലോചിച്ച് നോക്കുക, ഒരു എക്സാമ്പിളായിട്ട് എടുക്കാം. ഞാൻ ഒരു വർക്കിനെ പറ്റിയിട്ട് പാരഡി എഴുതി. ഇത് ഞാൻ റീഡേഴ്സിൻ്റെ അടുത്തേക്ക് കൊടുക്കുന്നു. എൻ്റെ റീഡേഴ്സ് ഇത് വായിച്ച് നോക്കുന്ന ആൾക്കാർ ഇതിൻ്റെ ഒറിജിനൽ വർക്ക് വായിച്ചിട്ടില്ല. അവർക്ക് ആർക്കും ഈ ഒറിജിനൽ വർക്കിനെ പറ്റിയിട്ട് വലിയ ഐഡിയ ഒന്നുമില്ല. അപ്പോൾ അവർക്ക് എങ്ങനെ മനസ്സിലാവും ഇത് ആ വർക്കിൻ്റെ പാരഡിയാണ്, ഇതിലെ ക്യാരക്ടേഴ്സും അതിലെ ക്യാരക്ടേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് ഇതൊക്കെയാണ്, അതിനകത്ത് ഇങ്ങനെയാണ് പോർട്രേ ചെയ്തേക്കുന്നത്, ഇതിനകത്ത് വേറൊരു രീതിയിലാണ്, ഇതെങ്ങനെ കോമഡി ആയിട്ട് ഹ്യൂമറസ് വേയിൽ എങ്ങനെയാണ് ഈ പാരഡിക്കകത്ത് സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യമൊന്നും ഓഡിയൻസിന് മനസ്സിലാവുന്നില്ല. കാരണം ഒറിജിനൽ വർക്ക് എന്ന് പറയുന്നത് റീഡേഴ്സിൽ അത്രത്തോളം എത്തിയിട്ടില്ലാത്ത, ഫേമസ് അല്ലാത്ത, പോപ്പുലർ അല്ലാത്തൊരു വർക്കാണ്. അതുകൊണ്ട് തന്നെ റീഡേഴ്സിന് മനസ്സിലാവത്തില്ല ഇതിൻ്റെ പാരഡിയാണ് എന്ന്. സോ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, എപ്പോഴും ഫേമസ് ആയിട്ടുള്ള ഓഡിയൻസിലേക്ക് എത്തിയിട്ടുള്ള ഒരു ബുക്കായിരിക്കണം പാരഡി ആയിട്ട് എഴുതുന്നത്. നെക്സ്റ്റ് തിങ് ഈസ്, എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയാണ് പാരഡി എഴുതുന്നത്. എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി മാത്രമല്ല, ക്രിട്ടിസൈസ് ചെയ്യാനും കൂടെ വേണ്ടിയിട്ടാണ്. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുമ്പം ഇത് വായിക്കുമ്പോഴത്തേക്കും അത് കുറച്ചും കൂടെ കോമഡി ആയിട്ടല്ലേ, ഹ്യൂമറസ് വേയിലല്ലേ കാണിക്കുന്നത്. അപ്പം വായിക്കുന്ന ആൾക്ക് അതൊരു തമാശയായിട്ട്, പ്ലസ് ഇപ്പം എപ്പോഴും എല്ലാ കാര്യത്തിനും ലിറ്ററേച്ചറിൻ്റെ ഒരു ഡൈഡാക്റ്റിക് ആയിട്ടുള്ള ഫങ്ഷനാണ്, 2 സൈഡ് ഫങ്ഷനാണ്. ഒന്ന് എൻ്റർടൈൻമെൻറ്റ്, ഒന്ന് നിങ്ങൾക്ക് നോളജ് അക്വയർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സും കൂടെയാണ്. അപ്പം സൊസൈറ്റിയിൽ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന കുറച്ച് റിഗ്രസീവ് ആയിട്ടുള്ള നോംസിനെ പറ്റിയിട്ടും അതിനനുസരിച്ചുള്ള ക്യാരക്ടർ റെപ്രസെൻറ്റേഷനെ പറ്റിയിട്ടും ഒക്കെ കുറച്ച് ഫണ്ണി രീതിയിൽ ക്രിട്ടിസൈസ് ചെയ്യുന്നതാണ് പാരഡി. ഇനി പാരഡിക്ക് ഒരു എക്സാമ്പിൾ പറയാം. സാമുവൽ റിച്ചാർഡ്സൺ എഴുതിയ പമേല.
പമേല എന്ന് പറയുന്ന വർക്കിൻ്റെ പാരഡി ആയിട്ട് വന്നതാണ് ഹെൻറി ഫീൽഡിങ്ങിൻ്റെ ഷമേല. റിച്ചാർഡ്സൺസ് പമേല ടോക്സ് അബൌട്ട് ദ ലൈഫ് ഓഫ് പമേല, എ വിർച്വസ് ഗേൾ. ഭയങ്കര വിർച്വസ് ആയിട്ടുള്ള, ചാസ്റ്റിറ്റിക്ക് ഭയങ്കരമായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു നല്ലൊരു സോ കോൾഡ് നന്മ നിറഞ്ഞ ഒരു ക്യാരക്ടറായിരുന്നു പമേല എന്ന് പറയുന്നത്. ഇവൻച്വലി പമേല തൻ്റെ മാസ്റ്ററിനെ കല്യാണം കഴിക്കുന്നുണ്ട്, ഈ ക്വാളിറ്റീസ് എല്ലാം കാരണം. ആൻഡ് വെൻ വി ടോക്ക് അബൌട്ട് ഷമേല, ദ പാരഡി റിട്ടൺ ബൈ ഹെൻറി ഫീൽഡിംഗ്, ഇതിനകത്തുള്ള മേജർ ക്യാരക്ടർ എന്ന് പറയുന്നത് ഷമേലയാണ്. ഷമേല നമ്മളുടെ പമേലയെ പോലൊന്നുമല്ല. പമേല ഭയങ്കര വിർച്വസ് ആയിട്ടുള്ള ലേഡി ആണെങ്കിൽ ഷമേല എന്ന് പറയുന്നത് ഭയങ്കര മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള ക്യാരക്ടറൊക്കെ ഉള്ളയാളാണ്. എങ്ങനെയാണ് തൻ്റെ മാസ്റ്ററിനെ കൊണ്ട് തന്നെ കല്യാണം കഴിപ്പിക്കുന്നത് എന്നുള്ള കാര്യമാണ് അതിനകത്ത് പറയുന്നത്. ഭയങ്കര കണ്ണിങ് ആയിട്ടുള്ള, എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ കറക്റ്റ് ടൈമിൽ എങ്ങനെയൊക്കെ ചെയ്യണം എന്നറിയാവുന്ന ഒരു സ്ത്രീയായിട്ടാണ് ഷമേലയെ അവിടെ പോർട്രേ ചെയ്തേക്കുന്നത്. മാത്രവുമല്ല, നമ്മളുടെ ഷമേലയെ പമേലയായിട്ട് റെപ്രസെൻറ്റ് ചെയ്തപ്പം പറഞ്ഞായിരുന്നല്ലോ ഭയങ്കര അധികം വിർച്വസ് ആയിട്ടുള്ള ഒരു ലേഡി ആയിട്ടാണ് കാണിക്കുന്നതെന്ന്. ഇതെല്ലാം ഷമേലയുടെ ഒരു വർക്കിനകത്തോട്ട് വന്നപ്പോൾ, ഷമേലയുടെ കേസിൽ വന്നപ്പോഴത്തേക്കും ഷമേല ഇതെല്ലാം പ്രിറ്റൻഡ് ചെയ്യുമായിരുന്നു, അഭിനയിക്കുമായിരുന്നു. ഞാൻ ഭയങ്കര വിർച്വസ് ആയിട്ടുള്ള ഒരു ലേഡിയാണെന്ന് അഭിനയിച്ച് മാനിപ്പുലേറ്റ് ചെയ്താണ് തൻ്റെ മാസ്റ്ററിനെ കൊണ്ട് തന്നെ കല്യാണം കഴിപ്പിക്കുന്നത്. അപ്പോൾ അതെല്ലാം ജസ്റ്റ് ആക്ടിങ് മാത്രമായിരുന്നു എന്ന് മനസ്സിലാവുന്നത് മറ്റേ വർക്ക് എടുക്കുമ്പോഴാണ്, നോവൽ എടുക്കുമ്പോഴാണ്. ആൻഡ് പേർപ്പസ് ഓഫ് പാരഡി എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, അതുകൊണ്ട് നമുക്ക് ആ പാർട്ടങ്ങ് സ്കിപ്പ് ചെയ്യാം. ഇനിയും പാരഡി എന്താണെന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. തീർച്ചയായിട്ടും ഈ എക്സാമ്പിൾ എല്ലാവർക്കും മനസ്സിലാവും, ബിക്കോസ് ഇത് ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള ഒരു എക്സാമ്പിളാണ്. CID മൂസ. കണ്ടിട്ടില്ലാത്തവരധികം ആരും ഇല്ലല്ലോ. സോ CID മൂസ എന്ന് പറയുന്നത് ദ ഹോൾ കാറ്റഗറി ഓഫ് ഡിറ്റക്റ്റീവ് മൂവീസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഡിറ്റക്റ്റീവ് മൂവീസിനകത്ത് നോർമലി നമ്മൾ കണ്ടുവരുന്ന പല സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളും ഇവിടെ കാണിക്കുന്നത് കോമഡി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ഭയങ്കര എൻ്റർടൈൻമെൻറ്റ് വരുന്ന രീതിയിലാണ് വരുന്നത്. അപ്പോൾ എപ്പോഴും ക്രിട്ടിസൈസ് ചെയ്യുക മാത്രമല്ല, എൻ്റർടൈൻമെൻറ്റും അതിൻ്റെ ഒരു ഫങ്ഷൻ തന്നെയാണ്. സോ ഇവിടെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് നമ്മളെ കാണിക്കുവാണ്. ഇപ്പം നമ്മൾ നോർമലി മൂവീസിനകത്തൊക്കെ കാണുമല്ലോ, ഈ ഷൂട്ടിങ്ങിൻ്റെ ഗൺ ഷോട്ടൊക്കെ ഇല്ലേ, ആ ഒരു സമയത്ത് ആ ബുള്ളറ്റ് ഇങ്ങനെ വരുന്ന സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ ഹീറോ മാറുന്നു, ഇങ്ങനെ വന്ന് വീഴുന്നു, ബോഡിയിൽ ടച്ച് ചെയ്യാണ്ട് അതങ്ങ് പോകുന്നു. അപ്പോൾ അതിനകത്ത് ഒരു സീനുണ്ടല്ലോ, എന്ത് ഒരു വെടിയുണ്ടല്ലേ എൻ്റെ നേർക്ക് വരുന്നത്, മാറിക്കളയാം എന്ന് പറഞ്ഞിട്ടൊരു സീനുണ്ടല്ലോ. ഇതെല്ലാം മോക്ക് ചെയ്യുവാണ്. സീരിയസ് ആയിട്ട് ബാക്കി മൂവീസിനകത്ത് കാണിക്കുന്ന കാര്യം ഇവിടെ ഈ മൂവി വരുമ്പോഴത്തേക്കും അതിനെ കോമഡി ആയിട്ട് കാണുവാണ്. നമ്മൾ മറ്റേത് സീരിയസ് ആയിട്ട് കാണിക്കുമ്പോൾ നമ്മളെല്ലാം എൻജോയ് ചെയ്യുന്നുണ്ട്, അത് വേറെ കാര്യം. അങ്ങനെ അത്തരം കാര്യങ്ങളെ മോക്ക് ചെയ്ത ഒരു ഹ്യൂമറസ് വേയിൽ, നമ്മൾ നേരത്തെ സീരിയസ് ആയിട്ട് എൻജോയ് ചെയ്ത് തന്നെ ഹ്യൂമറസ് വേയിൽ കാണിക്കുന്നതാണ് പാരഡി എന്ന് പറയുന്നത്. താങ്ക്